അങ്ങനെ നമ്മുടെ വൈജ ബബിതയെ വിളിച്ചിട്ട് അലീനയെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ബബിതയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഏത് നേരം അലീന ചേച്ചിയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും വേണ്ടാത്ത പറയാൻ നേരമുള്ളൂ, അതിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കേണ്ടെന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ വൈജ അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതൊക്കെ ഇതുവരെ ശരിയായിട്ടല്ലേ ഉള്ളൂ, പിന്നെ നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടണമെന്ന് പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ ബബിതയാണെങ്കിൽ ഫോൺ കട്ടാക്കിയിട്ട് പോകുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്, നമ്മുടെ അലീനോട് പറയുന്നുണ്ട്, ചേച്ചി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അമ്മ ഇങ്ങോട്ട് വരികയായിരിക്കും, പക്ഷേ അമ്മ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചേച്ചി ആലോചിച്ചിട്ടുണ്ടോ ബാക്കിയുള്ള കാര്യം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുമെന്ന് പറയും. അത് ചേച്ചിയുടെ തോന്നൽ മാത്രമാണ്, അച്ഛപ്പം ചേച്ചി ഉണ്ടാവുകൊണ്ട് മാത്രമാണ് മിണ്ടാതിരിക്കുന്നത്. ചേച്ചി പോയി കഴിഞ്ഞാൽ അച്ഛൻ മേക്കെട്ട് കയറുള്ളൂ, ചേച്ചി ഇവിടെ എന്താ സംഭവിക്കാമെന്ന് ഒന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും അലീന മിണ്ടാതിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും പിറ്റേ ദിവസം രാവിലെ നമ്മുടെ സ്റ്റാൻലി നമ്മുടെ ബാലചന്ദ്രനെ വിളിക്കേണ്ടത്, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നാളെ നിങ്ങൾ എത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾ നാളെ തന്നെ എത്താമെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞു അലീനോട് ഞാൻ ആരാന്ന് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് താങ്കൾ ആരാന്ന് ഇവിടെ പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ അലീനോട് പറയുന്നുണ്ട്, നാളെ മുതൽ നിൻ്റെ ജാതകം തന്നെ മാറാൻ പോവല്ലേ എന്ന് ചോദിക്കട്ടെ. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നത്, എന്താ വെച്ചാൽ അത്ഭുത ദ്വീപിലെ അത്ഭുത മനുഷ്യനെ പോലെയാണോ എൻ്റെ ജീവിതം മാറാൻ പോകുന്നത് ചോദിക്കട്ടെ. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നത്, അതല്ല, ആലീസിൻ്റെ മഹാലോകം എന്ന് പറയുന്ന പോലെ നാളെ മുതൽ പറയും അലീന കണ്ട മഹാലോകം എന്ന് പറയും, അതുപോലെയുള്ള ലോകത്തേക്കാണ് മോളെ നാളെ നീ പോകാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത് കാണിച്ചുകൊണ്ടാണ് നിന്റെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.